മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളും അവയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളും അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്നത് മേടരാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 45 നാഴികയും രോഹിണിയും മകയിരും ആദ്യത്തെ 30 നാഴികയും ചേരുന്നത് ഇടവരാശി. മകയിരം ഒടുവിൽ 30 നാഴികയും തിരുവാതിരയും പുണർതം 3/4 ഭാഗവും അടങ്ങുന്നത് മിഥുനരാശി. പുണർതം അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും ചേരുന്നത് കർക്കടക രാശി. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ചേരുന്നത് ചിങ്ങരാശി. ഉത്രത്തിൻ്റെ 3/4 അത്തവും ചിത്തിര ആദ്യ പകുതിയും ചേരുന്നത് കന്നിരാശി. ചിത്തിരയുടെ ഒടുവിൽ 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം 3/4 ഭാഗവും അടങ്ങുന്നത് തുലാം രാശി. വിശാഖ നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും ചേരുന്നത് വൃശ്ചിക രാശി. മൂലം നക്ഷത്രവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ചേരുന്നത് ധനുരാശി. ഉത്രാടത്തിൻ്റെ ഒടുവിൽ 45 നാഴികയും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും ചേരുന്നത് കുംഭരാശി. അവിട്ടം ഒടുവിൽ 30 നാഴികയും ചതയവും പൂരിട്ടാതി 3/4 ഭാഗവും അതായത് 45 നാഴികയും ചേരുന്നത് കുംഭരാശി. പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 15 നാഴികയും ഉത്രോട്ടാതിയും രേവതിയും ചേരുന്നത് മീനരാശി. ഇങ്ങനെ ഉണ്ടല്ലോ രാശി 12. ഈ രാശിക്കൊക്കെ ഉള്ള അധിപന്മാരും ഗ്രഹങ്ങളുടെ അധിപന്മാരുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞത്. അവരും അവതാര പുരുഷന്മാരും അവരുടെ പ്രതിനിധികളുമാണ് ഭൂഖണ്ഡത്തിൽ ഉടനീളം ഹിമാലയ പർവ്വതം മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ പുണ്യസങ്കേതങ്ങളിൽ കുടികൊള്ളുന്ന ശൈവ വൈഷ്ണവ ദൈവിക ബ്രഹ്മ ചൈതന്യങ്ങൾ. അത് വിവിധ രൂപത്തിൽ ഭാവത്തിൽ ജാതിമതഭേദമന്യേ അവിടെ ചൈതന്യം തുളുമ്പുന്നുണ്ട്. അവിടെ പോയി ആരാധിച്ചു കഴിഞ്ഞാൽ ജാതക നിലയിലെ മനുഷ്യരുടെ കാലദോഷങ്ങൾക്കും വിശിഷ്യ ഗ്രഹദോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ വളരെയധികം ആശ്വാസങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന എല്ലാ ചൈതന്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അണ്ടകടാഹം നിറഞ്ഞു നിൽക്കുന്ന ആ ദേവചൈതന്യങ്ങൾ ക്ഷേത്രത്തിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാലയങ്ങളിൽ ഒക്കെ ഉള്ളപ്പോൾ അവിടെ നാം അർപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു പ്രമാണം ജ്യോതിശാസ്ത്രപരവും തന്ത്രശാസ്ത്രപരവുമായ കാര്യങ്ങൾ പറയുന്നു. ശ്രീമൽ ഷൽഗുണസംഭൃതം ബഹുരധിഷ്ഠായാനുഗ്രഹണാദിയ ശ്രദ്ധാഭക്തി പവിത്രിതോപഹരണേ സ്വരംഭബോധാത്മകേ പൂർണ്ണാനന്ദരസാനുഭൂ അഭി സദാ സന്ദർപ്പിതോ യജ്വന സ്തം ദേവം ദിഗമാഗമഭ്യതിഗതം നിത്യം സമാരാധ്രിയാം. ഏതൊരു ദേവൻ പരിപൂർണമായ ആനന്ദാനുഭവത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിലും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സമർപ്പിക്കപ്പെടേണ്ടതും പരിശുദ്ധങ്ങളും പഞ്ചഭൂത സാരാംശങ്ങളുമായ ഉപഹാരങ്ങളെക്കൊണ്ട് ദേവതകളെ സന്തുഷ്ടമാക്കി ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളായ 6 അർത്ഥങ്ങളോട് കൂടിയതും ശ്രീമത്വമായിരിക്കുന്ന ശരീരം സ്വീകരിച്ചുകൊണ്ട് ദേവചൈതന്യങ്ങൾ പൂജകന്മാരെയും ഭക്തജനങ്ങളെയും പ്രകൃതിയെയും ചരാചരങ്ങളെയും അനുഗ്രഹിക്കുന്നു. വേദ ശാസ്ത്ര പുരാണ ഇതിഹാസ ഋഷി മാമുനിമാരിൽ നിന്നും അറിയപ്പെടുന്നതായ ആ ദേവതകളെ നാം സംശുദ്ധിയോടുകൂടി ആരാധിച്ചും പ്രത്യേകിച്ചും കലിയുഗത്തിൽ സംഘടിതമായ കൂട്ടപ്രാർത്ഥനകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്നാണ്. അങ്ങനെ സംഘടിതമായ കൂട്ടപ്രാർത്ഥനകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ പുണ്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും സ്റ്റേറ്റിനും കുടുംബത്തിനും വ്യക്തികൾക്കും ഉണ്ടാക്കാം എന്നുള്ള പ്രതിജ്ഞാബദ്ധമാണ് ശ്രീമൽ ഷൽഗുണസംഭൃതം വപുരധിഷ്ഠായ അനുഗ്രഹണാദിയ. അതായത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, 15 കൂട്ടം അഭിവൃദ്ധിയോട് കൂടിയ വൈരാഗ്യബുദ്ധികൾ. വൈരാഗ്യം എന്ന് വെച്ചാൽ ദേഷ്യം നല്ല അർത്ഥം. അതിന് ഒത്തിരി അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. ഇതും ശ്രീമത്വമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തോടു കൂടി അവനവൻ്റെ ഗ്രഹ പീഡകളെ മാറ്റുന്നതിന് വേണ്ടി സൂര്യനെയാണെങ്കിൽ
ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമ്യഹം. സൂര്യൻ്റെ ദിവസമായ ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിവതും ശുദ്ധവൃത്തിയോടുകൂടിയും അല്ലെങ്കിൽ കഴിവതും സസ്യാഹാരാദികളൊക്കെ കഴിക്കാവുള്ളൂ. കഴിവതും മത്സ്യമാംസാദികളും മദ്യവും ലഹരികളും ഒക്കെ ഒഴിവാക്കി സൂര്യനെ സങ്കല്പിച്ച് അല്ലെങ്കിൽ ശിവനെ സങ്കല്പിച്ച് ഇത്യാദി സ്തോത്രങ്ങൾ ചൊല്ലാം. ഇത്യാദി സ്തോത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ സൂര്യക്ഷേത്രത്തിൽ, ഇപ്പോൾ ഈ ആദിത്യപുരം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ സൂര്യൻ്റെ തനതായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ പോയി പുഷ്പാർച്ചനകൾ, അതുപോലെ തന്നെ രക്തചന്ദനമുട്ടികൾ ദാനം ചെയ്യുക, അട നിവേദ്യാദികളൊക്കെ ഭഗവാന് വളരെ പ്രിയമാണ്. അവയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ മാണിക്യം, റൂബി എന്ന് പറയുന്ന രത്നം, നല്ല ക്യാരറ്റ് വാങ്ങി ഗായത്രി മന്ത്രങ്ങൾ ജപിച്ച് സിദ്ധിയാക്കി അവ സൂര്യവിരലുകളിൽ ധരിക്കാം. ചെമ്പേൽ കെട്ടി ധരിക്കാം, വെള്ളിയേൽ കെട്ടി ധരിക്കാം, സ്വർണ്ണത്തിൽ കെട്ടി അവനവൻ്റെ കഴിവനുസരിച്ച് ഒക്കെ ധരിക്കാം. ഇപ്രകാരമൊക്കെ സൂര്യൻ്റെ ശക്തികൾ ഗൃഹനിലയെ നോക്കി ദോഷകരമാണെങ്കിൽ ശക്തികൾ വർദ്ധിപ്പിച്ചെടുത്ത്, അതായത് ചുരുക്കത്തിൽ ഒരു രോഗിക്ക് ഏതാണ് വൈറ്റമിൻ കുറവ്, ആ വൈറ്റമിന് ഉതകുന്ന രീതിയിലുള്ള പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ അല്ലെങ്കിൽ പാല്, അതുപോലെ കാൽസ്യം, ഇങ്ങനെയുള്ള ഔഷധങ്ങൾ വൈദ്യൻ നിർദ്ദേശിക്കുന്ന പോലെ, ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ ഗ്രഹനിലകളിൽ നമുക്കറിയാൻ സാധിക്കും ഏത് ഗ്രഹമാണ് ദോഷകരമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ രാഹുദോഷം, ശനിദോഷം, ഖേതുദോഷം, ചൊവ്വാദോഷം, അതുപോലെ വ്യാഴം അപ്രീതിയായി, ശനി അപ്രീതിയായി, ബുധൻ അപ്രീതിയായി, അതുപോലെ തന്നെ ശുക്രൻ അപ്രീതിയായി, അതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും അപ്രീതരായി നിൽക്കുന്നവർക്കുണ്ടെങ്കിൽ അപ്രകാരം നോക്കി അതിൻ്റെ രശ്മിബലം, ജ്യേഷ്ഠാബലം മുതലായവയൊക്കെ നോക്കിയിട്ട് ഇതാത് ക്ഷേത്രങ്ങളിൽ, ആദിത്യന് ആദിത്യ ക്ഷേത്രങ്ങൾ, അതുപോലെ ചന്ദ്രന് ദുർഗാക്ഷേത്രങ്ങൾ, ചന്ദ്രൻ ദോഷകരമായിട്ട് നിൽക്കുന്നവർക്ക് ദുർഗാക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തി പഞ്ചദുർഗ പുഷ്പാർച്ചനകൾ നടത്താം. ചന്ദ്രകാന്തരത്നം ധരിക്കാം. അതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള പട്ട് ഭഗവതിക്ക് ദാനം ചെയ്യാം. പുഷ്പാർച്ചനകൾ ചെയ്യാം. പായസ നിവേദ്യാദികളൊക്കെ ചെയ്യാം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായി ദുർഗാക്ഷേത്രങ്ങൾ, പ്രസിദ്ധങ്ങളായ ദുർഗാക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി ദർശനം നടത്താൻ സാഹചര്യമുള്ളവർക്ക് പ്രകാരം ചെയ്യാം. വീണ്ടും ചൊവ്വ വിപരീതമായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ പളനി വേലായുധ സ്വാമി, അതുപോലെ തന്നെ ഭഗവതി ഭദ്രകാളി ചോറ്റാനിക്കര, അതുപോലെ തന്നെയുള്ള ക്ഷേത്രങ്ങൾ, ഇവിടെയൊക്കെ പോയി ഭഗവതിയെ ദർശനം നടത്തി വേലായുധ സ്വാമിയെ ദർശനം നടത്തി ചൊവ്വാഴ്ച ദിവസം അതുപോലെ ചെമ്പവിഴരത്നങ്ങൾ വെള്ളിയിൽ കെട്ടി ധരിക്കുക. അതുപോലെ തന്നെ ധരണീഗർഭ സംഭൂതം വിദ്യുൽകാഞ്ചന സന്നിഭം കുമാരം ശക്തിഹസ്തഞ്ച മംഗളം പ്രണമാമ്യഹം എന്ന ചൊവ്വ സ്തോത്രങ്ങൾ 108 വീതം അന്നത്തെ ദിവസം ജപിക്കാം. ഇതിലും മേലോട്ട് പലവിധ മന്ത്രങ്ങളും പലവിധ കർമ്മങ്ങളും പൂജാകർമ്മങ്ങളും ഹോമവിധികളുമൊക്കെ അതിൻ്റെ ഗൗരവം അനുസരിച്ച് ഓരോരുത്തരുടെ ജനനസമയത്തെ ഗ്രഹനിലകളുടെ ഗുണദോഷങ്ങൾ, രശ്മിബലത്തിൻ്റെ കുറവ് കൂടുതൽ, യോഗബലങ്ങൾ ഇവയെല്ലാം കണ്ടറിഞ്ഞ് അതാത് ദോഷങ്ങളെ പരിഹരിക്കാനും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനുമാണ് ദേവാലയങ്ങളിൽ ദേവചൈതന്യങ്ങൾ നിലനിൽക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാനാണ്. അതുപോലെ രാഹുകേതുക്കൾക്ക് സർപ്പദൈവങ്ങൾ, ആമേഠം, അതുപോലെ തന്നെ മണ്ണാർശാല, അതുപോലെ ആദിമൂലം വെട്ടിക്കോട്ട്, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും ഒക്കെ സർപ്പചൈതന്യങ്ങൾ ഉള്ളതാണ്. അവിടെയൊക്കെ പോയി നൂറും പാലും സർപ്പവരി മുതലായ പാൽപ്പഴ നിവേദ്യം, പുള്ളുവർപ്പാട്ട് മുതലായതൊക്കെ അനുഷ്ഠിച്ച് രാഹുകേതുക്കളുടെ ദോഷശമനം വരുത്താവുന്നതാണ്. അതുപോലെ ശുക്രൻ ദോഷകരമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദേവിയെ ഭജിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അതുപോലെ ഡയമണ്ട് ധരിക്കുന്നത് നല്ലതാണ്. ശുക്രക്ഷേത്രങ്ങൾ ഉണ്ട്. ദേവി ചൈതന്യത്തിൽ പോയി ദേവി ഭജനങ്ങൾ അർപ്പിക്കുക, ലളിതാ സഹസ്രനാമങ്ങൾ പുഷ്പാർച്ചനകൾ ചെയ്യുക, അത് പാരായണം ചെയ്യുക. ഇങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ശിവക്ഷേത്ര ദർശനങ്ങളിലും ശാസ്താക്ഷേത്ര ദർശനങ്ങളിലും നീരാഞ്ജനം, നെയ്വിളക്ക്, ജലധാര, കൂവളമാല മുതലായത് അനുഷ്ഠിക്കുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന മഹത്തായ ശനിസ്തോത്രങ്ങൾ ഉരുവിടുക. ശനിയാഴ്ച ദിവസം സാധുക്കൾക്ക് അന്നദാനം, അതുപോലെ തന്നെ ഔഷധത്തിനുള്ള ദാനം, ഇങ്ങനെ അവനവൻ്റെ കഴിവനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യാം. കറുത്ത വസ്ത്രങ്ങൾ, നീലവസ്ത്രങ്ങളൊക്കെ ധരിക്കാം. ഇപ്രകാരം ശനിദോഷങ്ങൾക്ക്, രാഹുദോഷങ്ങൾക്ക്, ഖേതുദോഷങ്ങൾക്ക്
ഗണപതിയെ ഭജിക്കാം, ഗണപതി ഹോമങ്ങൾ ചെയ്യാം, ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലകൾ അർപ്പിക്കാം, ഗണപതി മന്ത്രങ്ങൾ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വരവരത സർവജനമേ വസമാനിയ സ്വഹ. ഗണാനാന്വാ ഗണപതിം ഹവാമഹേ കവിം കവീന ഉപവസ്സവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനസ്വർണ്ണനീതിസാധനം. ഗണപതിയുടെ ഉപചാരമന്ത്രങ്ങളാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നത്. നേരത്തെ ചൊല്ലിയത് ഗണപതിയുടെ മൂലമന്ത്രങ്ങളും ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന മൂലമന്ത്രങ്ങളുമാണ്. ഇവയൊക്കെ ജപിക്കാം, ഇവ കൊണ്ട് പുഷ്പാർച്ചനകൾ ചെയ്യാം, ഗണപതി ഹോമത്തിന് ഉപയോഗിക്കാം. ഖേതു എന്ന ശിരസറ്റ തമോഗ്രഹങ്ങളായ ഗ്രഹം ജാതക നിലയിൽ ദോഷകരമായിട്ട് ജോലിക്കോ വിവാഹത്തിനോ ആരോഗ്യത്തിനോ ആയുസ്സിനോ മറ്റ് ഗ്രഹനിർമ്മാണത്തിനോ ഒക്കെ തടസ്സമായി നിൽക്കുന്ന ഖേതുവിന് ഗണപതി ഹോമം, അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്തി കൊണ്ടുള്ള അർച്ചനകൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഗണപതി പ്രീതി വരുത്താവുന്നതാണ്. ഇങ്ങനെ നവഗ്രഹങ്ങളിൽ നിന്നും അവയിൽ നിന്ന് വന്നിരിക്കുന്ന അവതാര പുരുഷന്മാരിൽ നിന്നും ജാതക നിലയിലെ ഓരോ വ്യക്തികൾക്കും ഉള്ള ഗ്രഹദോഷങ്ങൾക്കുള്ള പരിഹാരമായ ദേവാലയ ദർശനം, വഴിപാടുകൾ, സ്തോത്രജപങ്ങൾ, രത്നങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം ചെയ്ത് ഈശ്വര ചൈതന്യം വർദ്ധിപ്പിച്ച് എടുക്കാവുന്നതാണ്. പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കൂടി കാണുന്നിടം വരെ ഏവർക്കും നന്ദി, നമസ്കാരം.